മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് SIT. സിനിമയുടെ വരുമാനം, നികുതി വെട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങളാണ് തേടിയത്. വിവരങ്ങൾ ലഭിച്ച ശേഷം നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. കൊച്ചി അഡ്മിൻ DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റേതാണ് നടപടി. ശരണിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ആദായ നികുതി വകുപ്പിൽ നിന്ന് വിവരം തേടിയിട്ടുണ്ട്. ഈ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ അത് തിയേറ്ററിലൊക്കെ വലിയ സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിലും പക്ഷേ അത് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് വെറുതെ ചില്ലറയൊന്നുമല്ല. അതിനു പിന്നിലെ സാമ്പത്തിക തട്ടിപ്പ് ഒടുവിൽ ED തന്നെ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി. ആദായ നികുതി വകുപ്പ് തന്നെ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി. അതിപ്പോൾ SIT പരിശോധിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങളൊക്കെ കൈമാറാമെന്ന് സംബന്ധിച്ചോ IT? അരുൺകുമാർ, സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിലും വലിയ പ്രതിസന്ധിയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ, പ്രത്യേകിച്ച് നിർമ്മാതാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾ കൂടി രംഗത്തെത്തിയ ഒരു കേസ് കൂടിയാണ്. തുടക്കത്തിൽ മരട് പോലീസാണ് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ പരാതിക്കാരൻ ആരോപിച്ചിരുന്നത് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു SIT രൂപീകരിച്ചത്. അതായത് കൊച്ചി അഡ്മിൻ DCP ആയ വിനോദ് പിള്ളയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. അവർ അന്വേഷണം നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തെളിവ് ശേഖരണത്തിലേക്ക് തന്നെ കടന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പിന് ഒരു കത്ത് നൽകിയിരിക്കുന്നു. പ്രധാനമായും സിനിമയുടെ വരുമാനം, നികുതി വെട്ടിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ച് ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ മരട് പോലീസ് ചില രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്നതാണ്. അത് പ്രധാനമായും പരാതിക്കാരനും പ്രതികളും ഒക്കെ തന്നെ നൽകിയിരുന്ന രേഖകളാണ്. അതിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലേക്ക് കൂടിയാണ് SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ കൂടിയാണ് ഈ ഒരു നീക്കവുമായിട്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ലഭിക്കാൻ പോകുന്ന ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന രേഖകൾ ഏറ്റവും പ്രധാനമാണെന്നുള്ളതാണ്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാകും നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. അതായത് നടൻ സൗബിൻ ഷാഹിർ, പിതാവായ ബാബു ഷാഹിർ, ഒപ്പം നിർമ്മാതാവ് ഷോൺ ആന്റണി എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുക. എന്തായാലും നേരത്തെ നമുക്കറിയാം, ഈ 3 പേർക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതാണ്. അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം പ്രതികൾ നേടിയെന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കവും SITയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്.